ഫാറൂഖ് എന്ന് പറയുന്ന ഭീമൻ കടന്നു വന്നപ്പോ അവന്റെ നക്കിത്തിന്നാൻ വിപ്ലവ ചാനലിന്റെ വലിയ മാന്യന്മാര് പോകുന്ന കാണുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നത്. അധിനിവേശത്തിന്റെ എല്ലാ രൂപങ്ങളെയും ചെറുക്കാൻ ഇവരെ പോലെയുള്ള സമുന്നത വ്യക്തിത്വങ്ങൾ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ പുറത്താണിവർ. അവരെ പോലുള്ള ആളുകളെ കൂട്ടുപിടിച്ചു. കേരളത്തിലെ മുഴുവൻ കാഴ്ചക്കാരനോടും ഈ അപകടം പറയണം. പ്രദേശത്തെ പൂരങ്ങൾ, പ്രദേശത്തെ ഉത്സവങ്ങൾ, പ്രദേശത്തെ ഗ്രാമോത്സവങ്ങൾ, പ്രദേശത്തെ ജൈവ വൈവിധ്യമുള്ള കാർഷിക ചന്തകൾ, പ്രദേശത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ, പ്രദേശത്തെ മനുഷ്യരെ നേരിടുന്ന സാമൂഹ്യ ദുരന്തങ്ങൾ, ഇതെല്ലാം ആ പ്രദേശത്തിനകത്ത് വിന്യസിപ്പിക്കുന്ന ഈ മനോഹരമായ വൈവിധ്യത്തെ കൃഷ്ണനെ കൊല്ലാൻ കംസൻ വന്നതുപോലെ ഈ അധിനിവേശത്തിന്റെ ആളുകളുടെ ഏജന്റായി ഏത് സർക്കാർ, ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും എതിർക്കും എന്നൊരു തോന്നല് നമ്മുടെ നാട്ടിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, മാധ്യമത്തെ കുറിച്ച് ഏറ്റവും മനോഹരമായ ഒരു വരി ബഹുമാനപ്പെട്ട ലെനിൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. പത്രം സംഘാടകനാണ്. എന്നിട്ട് അദ്ദേഹം ഒരു പത്രം ആരംഭിച്ചു, പ്രവദ, സത്യം പറയുക. ആ പത്രത്തിന്റെ വിതരണക്കാരനായിരുന്നു സ്റ്റാലിൻ. പിന്നെ സോവിയറ്റ് പാർട്ടിയുടെ പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായിരുന്ന സ്റ്റാലിൻ. പത്രം സംഘാടകനാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ടി വി. ഇപ്പോൾ ഇലക്ട്രോണിക് പത്രമാണ് ടി വി. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു വലിയ ആയുധമുണ്ട്, ടി വി എന്ന് പറയുന്ന ആയുധം. നിങ്ങളുടെ മുമ്പിൽ നൂറുകണക്കിന്, ലക്ഷക്കണക്കിന്, പതിനായിരക്കണക്കിന് പ്രേക്ഷകരുണ്ട്. അവരുടെ ചിന്തയിലേക്ക് വളരെ കുറച്ച് ചേരുവകൾ ചേർത്ത് ശുദ്ധമായ ഈ നിങ്ങളുടെ ഈ സാമൂഹ്യ മുദ്രാവാക്യമുണ്ടല്ലോ, പ്രതിരോധമുണ്ടാക്കുക, അധിനിവേശത്തെ പ്രതിരോധിക്കുക.